പ്ലാനിങ് ചെയ്ത് ബ്രേക്ക് ചവിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം ഒരു 60 സ്പീഡിൽ. ഗായ്സ്, ഈ ഒരു 800ൻ്റെ ബ്രേക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് 96 മോഡൽ ടൈപ്പ് 1 800 ആണ്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഈ ആദ്യമായിട്ട് SSITയിലാണ് ആദ്യമായിട്ട് ഡിസ്ക് ബ്രേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ മുമ്പുള്ള വണ്ടിക്ക് ഡിസ്ക് ബ്രേക്ക് ഇല്ല. ബട്ട് SSIT വന്ന ശേഷം ഇത് ടൈപ്പ് 1 ആയിക്കൊണ്ട് ഇതിനും ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് വന്നത്, ബാക്കിൽ ഡ്രം ബ്രേക്കാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്കിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബ്രേക്കിങ്ങിൽ കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇതാണ് ഇതിൻ്റെ ബ്രേക്കിന് ഫ്ലൂയിഡ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്കിൽ ഒരു പവർ ബ്രേക്ക് അല്ല, ഇനി ആദ്യം ടൈപ്പ് 1 800 ആയതുകൊണ്ട് ഇതിന് പവർ ബ്രേക്ക് അല്ല വന്നിട്ടുള്ളത്. അവിടെ നമ്മൾ പ്ലാനിങ് ചെയ്ത് ബ്രേക്ക് ചവിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വേറെ വണ്ടി പോകുന്നുണ്ടെങ്കിൽ വന്ന് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടിക്കും ഈ ഒരു ബ്രേക്കിൻ്റെ ഈ ഒരു ഇവിടെ ഒരു ബ്ലാക്കിൽ കറുത്തൊരു ബോൾ പോലെ ഒരു സംഭവം ഉണ്ടാവും, അതായത് പവർ ബ്രേക്കിൻ്റെ സംഭവം. ഇത് പഴയ മോഡലായതുകൊണ്ട് ഇതിന് വരുന്നില്ല. അതുണ്ടെങ്കിലുള്ള അതുണ്ടെങ്കിൽ എന്താണ് ബ്രേക്ക് പിടിക്കുക, വണ്ടി ആ സ്പോട്ടിൽ നിൽക്കും. മാക്സിമം ഒരു 60 സ്പീഡിൽ മാത്രം ഓടിച്ചാലേ നമ്മൾ വിചാരിച്ച പോലെ വണ്ടി ബ്രേക്ക് പിടിച്ചാൽ നിൽക്കുള്ളൂ. ഇതിൽ സ്പീഡ് പോവുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ബ്രേക്കിങ് കിട്ടില്ല. ഇപ്പോൾ ടൈപ്പ് 1 800 യൂസ് ചെയ്യുന്നവർക്കും ശ്രദ്ധിച്ചോളൂ. എനിക്ക് തോന്നുന്നു പിന്നെ MB-5 വണ്ടിക്കാണ് പിന്നീട് കമ്പനി തന്നെ പവർ ബ്രേക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 800 യൂസ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിച്ചോളാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.